പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹംഗറിയിലെ വിശുദ്ധ എലിസബത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നാം ഇന്ന് ശ്രവിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ സമ്പത്തിൻ്റെ മടിത്തട്ടിൽ വളർന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ എലിസബത്ത്. ഹംഗറിയിലെ ആൻഡ്രൂ രണ്ടാമൻ രാജാവിൻ്റെ മകളായിട്ടാണ് വിശുദ്ധ എലിസബത്ത് ജനിക്കുക. രാജാവെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു വിശുദ്ധ ഏതൊരു സാഹചര്യത്തിലാണ് വളർന്നിട്ടുണ്ടാവുക എന്നുള്ളത്. തനിക്ക് മറ്റുള്ളവരെക്കാൾ ഒക്കെ അപേക്ഷിച്ച് തൻ്റെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ സമ്പത്തും സുഖസൗകര്യങ്ങളുടെയും ഒക്കെ നടുവിലാണ് എലിസബത്ത് വളരുക. എലിസബത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും രാജകൊട്ടാരത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അവളെ വിശ്വാസത്തിൽ വളർത്താനായിട്ടും മാതാപിതാക്കൾ പരിശ്രമിച്ചിരുന്നു. എലിസബത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മകൾ, അമ്മ, ഭാര്യ എന്ന നിലയിലെല്ലാം തൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ വളരെ കൃത്യതയോട് നിർവഹിച്ചുകൊണ്ട് തന്നെ വിശുദ്ധിയുടെ പടവിലേക്ക് കടന്നു കയറിയ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് വിശുദ്ധ എലിസബത്ത്. എലിസബത്ത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വളരെ പ്രത്യേകതയുള്ളൊരു കുട്ടിയായിരുന്നു. ഏറ്റവും വിശുദ്ധിയോട് കൂടിയുള്ളൊരു ജീവിതവും അതോടൊപ്പം തന്നെ അവളിൽ ഏറ്റവും മികച്ചു നിന്ന ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് പാവങ്ങളോടുള്ള അനുകമ്പയാണ്. അപ്പോൾ അവൾക്ക് ഏറെ സമ്പത്തും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും സാധുക്കളോട് എപ്പോഴും ഒരു പരിഗണന എപ്പോഴും എലിസബത്തിനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു ജീവിത രീതിയാണ് അന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ എലിസബത്തിന് ഏകദേശം 4 വയസ്സ് പ്രായമായിരിക്കുമ്പോൾ തന്നെ അവൾക്ക് ആദ്യത്തെ വിവാഹാലോചന വരികയാണ്. അത് വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ ശരിക്കും ഒരു പൊളിറ്റിക്കൽ റീസണിന് വേണ്ടിയിട്ടാണ് അവൾക്ക് ആ ഒരു വിവാഹാലോചന നടക്കുക. കാര്യം തുറിഞ്ചി എന്ന് പറയുന്ന സ്ഥലത്തെ രാജാവിന് ഹംഗറിയിലെ രാജാവുമായിട്ട് സഖ്യത്തിലാകണം. അപ്പോൾ അതിന് അവിടുത്തെ മകളെ, ഹംഗറിയിലെ രാജാവിൻ്റെ മകളെ തൻ്റെ മകന് വിവാഹം കഴിച്ച് നൽകുകയാണെങ്കിൽ അവരെയായിട്ട് സഖ്യത്തിലാകാൻ സാധിക്കുമെന്ന് ആ ഒരു രാജാവിന് മനസ്സിൽ തോന്നുകയും ആ ഒരു റിക്വസ്റ്റ് ഹംഗറിയിലെ രാജാവ് ആൻഡ്രൂ രാജാവിൻ്റെ അടുത്ത് ആ ഒരു അപേക്ഷയുമായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു അപേക്ഷ കേൾക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായും മാതാപിതാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകളാണ് എലിസബത്ത്. അപ്പോൾ മകളെ വിട്ടു നൽകാനായിട്ട് അവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജാവ് പറയുന്നുണ്ട്, ഞാൻ അവളെ എൻ്റെ സ്വന്തം മകളെ പോലെ നോക്കിക്കോളാം, അവൾക്ക് യാതൊരു കുറവും വരാതെ അവളെ തൻ്റെ കൊട്ടാരത്തിൽ അവളെ നോക്കിക്കൊള്ളാമെന്നൊക്കെ ഇവർക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അവസാനം വളരെ വേദനയോടുകൂടി തന്നെയാണെങ്കിലും ആൻഡ്രൂ രാജാവും ജെത്രൂദ് അമ്മ, എലിസബത്തിൻ്റെ അമ്മയും കൂടി തൻ്റെ മകളെ അവർക്കായിട്ട് അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എലിസബത്തിന് അന്ന് 4 വയസ്സ് മാത്രമാണ് പ്രായം. അപ്പോൾ അവർ കുഞ്ഞ് എലിസബത്തിനെ വളരെ സ്നേഹപൂർവ്വം അവരുടെ കൊട്ടാരത്തിലേക്ക് യാത്ര ചെയ്ത് കൊണ്ടുപോവുകയാണ്. കൊട്ടാരത്തിലെത്തിയ ശേഷം എലിസബത്തിന് അവിടുത്തെ പുതിയ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യം ഇണങ്ങിച്ചേരാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് സ്വാഭാവികമായും അവൾ അവിടുത്തെ ഒരു അംഗത്തെ പോലെ ആയിത്തീർന്നു. എലിസബത്തിന് അവൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഏർപ്പെടുത്തി കൊടുത്തു. അവൾക്ക് അവിടെ ആയിരിക്കുന്ന സമയത്ത് അവൾക്ക് ഏകദേശം ഒരു 6 വയസ്സ് പ്രായമാകുമ്പോഴാണ് അവൾക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെടുന്ന വിവരം, ആ ഒരു വാർത്ത അവൾ അറിയുന്നത്. അവളുടെ അമ്മ അവിടെ നടന്ന രാജ്യത്ത് ഹംഗറിയിൽ നടന്ന ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ ഫലമായി അവിടെ മരണപ്പെടുകയാണ്. അപ്പോൾ ഇത് കുഞ്ഞ് എലിസബത്തിനെ വളരെയേറെ വേദനയിൽ ആഴ്ത്തുന്നുണ്ട്. പിന്നെ വളരെ പതുക്കെ അവൾ വീണ്ടും തൻ്റെ ആ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രായത്തിൽ അവൾക്ക് ആവശ്യമായ എല്ലാ സമ്പത്തും സൗകര്യങ്ങളും എല്ലാം ആ ഒരു കൊട്ടാരത്തിൽ ലഭിച്ചുകൊണ്ട് തന്നെയാണ് അവൾ വളർന്നു വന്നിരുന്നത്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവളിൽ മികച്ചു നിന്നിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സാധുക്കളോടുള്ള ആ ഒരു കരുണയാണ്. അപ്പോൾ അവൾ കൊട്ടാരത്തിലായിരുന്നെങ്കിലും പലപ്പോഴും ആരും കാണാതെ ഇവിടെ നിന്നുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ പുറത്ത് കൊണ്ടുപോയി മറ്റുള്ളവർക്കൊക്കെ, പാവങ്ങൾക്കൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ശീലം അവൾ ചെറുപ്പം മുതലേ തുടർന്നു കൊണ്ട് പോകുന്നു. അങ്ങനെ ജത്രൂദിന് കുറച്ച് കൂടി പ്രായമായി കഴിഞ്ഞപ്പോൾ മറ്റൊരു ദുഃഖവാർത്തയും കൂടി അവൾ അറിയുകയാണ്.
ലൂയി രാജാവ്, തൻ്റെ അമ്മായിയപ്പൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അവൾ പുതിയതായിട്ട് വന്ന സ്ഥലത്തെ തുറിഞ്ചിയ രാജ്യത്തിലെ രാജാവ് മരണപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹമായിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു കൊട്ടാരത്തിൽ അവളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നത്. അപ്പോൾ എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പിതാവിൻ്റെ മരണം അവളെ വളരെയധികം വേദനയിൽ ആഴ്ത്തി. ഇതിനുശേഷം അവളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ സഹനങ്ങൾ നിറഞ്ഞതായിരുന്നു. കാരണം അവിടുത്തെ രാജ്ഞി സോഫിയ രാജ്ഞിയും അവരുടെ മകൾ ആഗ്നസും എലിസബത്തിനെ വളരെയേറെ പീഡിപ്പിക്കാനായിട്ടൊക്കെ തുടങ്ങി. അവൾക്ക് വളരെയേറെ വേദനകളിലൂടെയൊക്കെ അവിടെ ആയിരിക്കുന്ന സമയത്ത്, കൊട്ടാരത്തിലായിരിക്കുന്ന സമയത്തൊക്കെ അവൾക്ക് കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ രാജാവ് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയല്ല പിന്നീട് അവൾക്കുണ്ടായിരുന്നത്. അപ്പോൾ എലിസബത്ത് വളർന്നു വന്ന സമയത്ത് അതോടൊപ്പം അവരുടെ മകനുമായിട്ടുള്ളൊരു വിവാഹം ആയിരുന്നല്ലോ അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ലൂയിസ് എന്നാണ് മകൻ്റെ പേര്. ലൂയിസിന് എലിസബത്തിനെ വളരെയേറെ കാര്യമായിരുന്നു. അവർ വളരെ നല്ലൊരു സ്നേഹബന്ധത്തിൽ തന്നെയായിരുന്നു അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എലിസബത്തിൻ്റെ വിവാഹം നടക്കുന്നത് അവളുടെ 13ാമത്തെ വയസ്സിലാണ്. അവർ നേരത്തെ തീരുമാനിച്ചുറച്ചതുപോലെ തന്നെ ലൂയിസ് 4ാമനെയാണ് അവൾ വിവാഹം ചെയ്യുക. അങ്ങനെ ഇതൊരു പൊളിറ്റിക്കൽ റീസണിന് വേണ്ടിയിട്ട് നടന്ന ഒരു സംഭവമാണെങ്കിൽ കൂടിയും ഇവർ തമ്മിൽ വളരെ നല്ലൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്തിരുന്ന ദമ്പതികളായിരുന്നു എലിസബത്തും ലൂയിസും. അപ്പോൾ എല്ലാ കാര്യത്തിലും എലിസബത്ത്, നേരത്തെ നമ്മൾ കണ്ടു, എലിസബത്ത് പാവങ്ങളെ സഹായിക്കാനായിട്ട്, സാധുക്കളെയൊക്കെ സഹായിക്കാനായിട്ട് വളരെയേറെ താല്പര്യം കാണിച്ചിരുന്നുവെന്ന്. അപ്പോൾ എലിസബത്തിൻ്റെ ഇത്തരം കാര്യങ്ങളിലെല്ലാം ലൂയിസ് നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ പലപ്പോഴും കൊട്ടാരത്തിൽ മറ്റു പലർക്കും എലിസബത്തിൻ്റെ പ്രവൃത്തികളൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ലൂയിസ് എല്ലാ കാര്യത്തിനും എലിസബത്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് എലിസബത്ത് ഇവിടുന്ന് ധാന്യങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയി പാവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് പരാതികളൊക്കെ ലൂയിസിന് ലഭിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരിക്കലും ഇതുപോലെ എലിസബത്ത് ധാന്യങ്ങളുമായിട്ട് കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വഴി ലൂയിസ് എലിസബത്തിനെ കാണുകയും അവൾ പതിവിൽ കൂടുതൽ വെയിറ്റ് അവൾ പിടിച്ചിരിക്കുന്നതായിട്ട് ലൂയിസിന് തോന്നുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൂയിസ് പെട്ടെന്ന് എലിസബത്തിനെ അവിടെ നിർത്തിയിട്ട് കയ്യിൽ എന്താണെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അങ്ങനെ അവളുടെ ഒരു മേലങ്കിയിലാണ് ഈ സാധനം എല്ലാം കൊണ്ടുപോകുന്നത്. അവളത് തുറന്ന് കാണിക്കുമ്പോൾ പെട്ടെന്ന് നിറച്ച് പൂക്കളാണ് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ എലിസബത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ദൈവം എല്ലാ കാര്യത്തിലും എലിസബത്തിൻ്റെ ഒപ്പം അവൾ ചെയ്യുന്ന ആ ഒരു ദൈവിക ശുശ്രൂഷയിൽ ദൈവം കൂടെ നിൽക്കുന്ന അനുഭവങ്ങളൊക്കെ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഇനി ഇവരുടെ ഒരു വിവാഹ ജീവിതത്തിൽ അവർക്ക് 3 മക്കൾ ജനിക്കുന്നു. പിന്നെ പല അവസരങ്ങളിലും പിന്നെ രാജാവിൻ്റെ മരണശേഷം, ലൂയിസിൻ്റെ പിതാവിൻ്റെ മരണശേഷം ആണെങ്കിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ എലിസബത്തിന് വളരെയേറെ പീഡനങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. എന്നാൽ പോലും അവളുടെ ഭർത്താവിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് അതിനെയെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ അവളുടെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ആ ഒരു ജീവിതം വളരെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എലിസബത്തിന് സാധിച്ചിരുന്നു. 1226 ആ ഒരു നാട്ടിലൊരു പെട്ടെന്ന് ഒരു പകർച്ചവ്യാധി പടർന്നു പിടിക്കുകയും ക്ഷാമം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിൽ തന്നെയാണ് ലൂയിസ് അവിടെ നിന്ന് കൊട്ടാരം വിട്ട ലൂയിസിന് കുരിശുയുദ്ധം നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ലൂയിസിന് അതിനു വേണ്ടിയിട്ട് കൊട്ടാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നാട്ടിൽ ഇതുപോലെ വളരെ ഭീകരമായൊരു സിറ്റുവേഷൻ നിലനിൽക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് എലിസബത്ത് വളരെ ധീരതയോടുകൂടി തന്നെ മുന്നോട്ട് ഇറങ്ങിച്ചെന്ന് നാട്ടിലെ മനുഷ്യർക്ക് അവരുടെ ആവശ്യം എന്താണെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ സേവനങ്ങളൊക്കെ എലിസബത്ത് വളരെ കൃത്യതയോടുകൂടി ചെയ്തു കൊടുക്കുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയൊക്കെ എലിസബത്ത് ചെയ്യുകയുണ്ടായി. ഏകദേശം 900ഓളം പേർക്കാണ് എലിസബത്ത് ഡെയിലി ബേസിസിൽ അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങളൊക്കെ ധാന്യങ്ങളൊക്കെ നൽകി പോന്നിരുന്നത്. അങ്ങനെ എല്ലാ വിധത്തിലും എലിസബത്ത് തൻ്റെ ഒരു ജീവിത സാഹചര്യം എന്തായിരുന്നാൽ കൂടിയും അല്ലെങ്കിൽ തനിക്ക് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നാൽ പോലും അവൾ
തൻ്റെ ആ ഒരു ഉത്തരവാദിത്തങ്ങൾ, തന്നെ ദൈവം എന്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യം അവളുടെ ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് ഏറ്റവും ധൈര്യപൂർവ്വം ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാനായിട്ട് എലിസബത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഇതുകൂടാതെ എലിസബത്തിൻ്റെ പരോപകാര പ്രവൃത്തികളുടെ ഭാഗമായിട്ട് അവൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളൊക്കെ സ്ഥാപിക്കുകയും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ഹോസ്പിറ്റൽ, കാസിൽ ഓഫ് മാർബർഗ് എന്ന് പറയുക. അവിടെ അവർക്ക് വേണ്ടിയിട്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ആശുപത്രി സ്ഥാപിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് കുഷ്ഠരോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആശുപത്രിയായിരുന്നു അത്. അങ്ങനെ ഇത് ആശുപത്രി സ്ഥാപിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടിയിട്ട് പാവങ്ങളെ ശുശ്രൂഷിക്കുന്നതിന്, രോഗികളെ പരിചരിക്കുന്നതിനും അവരുടെ പാദങ്ങൾ കഴുകുന്നതിന് വരെ പോലും എലിസബത്ത് ഒരു കൊട്ടാരത്തിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ പോലും ഏറ്റവും എളിമയോടുകൂടി അവൾക്ക് ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷകളെല്ലാം ഏറ്റവും വിശ്വസ്തയോടുകൂടി എലിസബത്ത് ചെയ്തു പോരുകയുണ്ടായി. അങ്ങനെ 1226 അവിടുത്തെ ആ ഒരു ക്ഷാമകാലത്ത് എലിസബത്ത് വളരെ കാര്യക്ഷമമായിട്ട് അവരുടെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചു. 1227 കുരിശുയുദ്ധ വിശുദ്ധ നാട്ടിലുള്ള കുരിശുയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അവളുടെ ഭർത്താവ് ലൂയിസിന് ഇവിടെ നിന്ന് യാത്രയാകേണ്ടി വന്നു. അപ്പോൾ ഈ സമയം എലിസബത്ത് തൻ്റെ 4ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു. ആ അവസരത്തിലാണ് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടേണ്ട ഒരു ആവശ്യമുണ്ടാവുന്നത്. എലിസബത്തിന് ഇത് വളരെയേറെ വേദന ഉളവാക്കുന്ന ഒന്നായിരുന്നു. കാര്യം അദ്ദേഹത്തിനെ അവിടെ പിടിച്ചു നിർത്താനായിട്ടുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ ഒരു അദ്ദേഹത്തിന് കുരിശുയുദ്ധത്തിന് പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ എലിസബത്തിന് അവളുടെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ അവൾക്ക് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ തന്നെ അവൾക്ക് വ്യക്തത ലഭിക്കുകയുണ്ടായി. കാര്യം ഇനി അവൾ തൻ്റെ പ്രിയ ഭർത്താവിനെ ഇനി കാണുകയില്ല എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് അവൾക്ക് നല്ല വ്യക്തതയുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ആ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം യാത്ര പോകുന്ന സമയത്ത് അവൾ വളരെ ദൂരം അദ്ദേഹത്തോടൊപ്പം തന്നെ കുറേ ദൂരം വരെ അദ്ദേഹത്തെ അനുയാത്ര ചെയ്തു. കണ്ണീരോടുകൂടിയാണ് അദ്ദേഹത്തെ യാത്ര അയക്കുന്നത്. അങ്ങനെ എലിസബത്ത് ആ ഒരു വേദനയിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് കുറച്ച് ദിവസങ്ങൾ പിടിച്ചു. പിന്നെ വീണ്ടും അവൾ തൻ്റെ ആ ഒരു പഴയ ജീവിതത്തിലേക്ക്, തൻ്റെ അനുദിന ജീവിതത്തിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ അവൾ കാര്യക്ഷമമായിട്ട് കടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കുരിശുയുദ്ധത്തിൻ്റെ സമയത്ത് അവൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവളുടെ മനസ്സിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതനുസരിച്ച് തന്നെ ലൂയിസ് ആ ഒരു യുദ്ധത്തിൽ വെച്ച് മരണപ്പെടുകയാണ്. പക്ഷേ എലിസബത്ത് കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നത് കൊണ്ട് ആരും തന്നെ കൊട്ടാരത്തിൽ ഈ ഒരു ദുഃഖവാർത്ത അറിഞ്ഞവരാരും എലിസബത്തിനെ ആദ്യം ഈ ഒരു വിവരം അറിയിക്കുന്നില്ല. അവൾക്ക് ഇത് അവളെ ഏറെ വേദനിപ്പിക്കും എന്നുള്ളത് അവർക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു. കാര്യം അത്രയേറെ ആഴമേറിയതായിരുന്നു അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം. പക്ഷേ ക്രമേണ എലിസബത്ത് ആ ഒരു സത്യം തിരിച്ചറിയുകയും വളരെ സാവകാശം ആ ഒരു സത്യം സ്വീകരിക്കാനായിട്ടും ദൈവകരങ്ങളിൽ നിന്ന് ആ ഒരു സഹനം ഏറ്റെടുക്കാനായിട്ടും എലിസബത്ത് സന്നദ്ധത പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ എലിസബത്തിൻ്റെ ജീവിതം വീണ്ടും അവൾ ദൈവം ക്രമീകരിച്ച പ്രകാരം തന്നെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അവൾ വീണ്ടും പരിശ്രമിച്ചു. പ്രാർത്ഥനയും പരിത്യാഗ പ്രവൃത്തികളുമൊക്കെ അവൾ വളരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇതിന് ഇടയിൽ മറ്റ് സംഭവങ്ങൾ, ഒട്ടും അവൾ വിചാരിക്കാതിരുന്ന പല സംഭവങ്ങളും അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. കാരണം ലൂയിസിൻ്റെ മരണശേഷം ലൂയിസിൻ്റെ സഹോദരങ്ങൾക്ക് ആ ഒരു അവകാശം, കൊട്ടാരത്തിലെ അവകാശം വീണ്ടും അവർക്ക് കിട്ടണമെന്നുള്ള ഒരു ദുരാഗ്രഹം അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയും എങ്ങനെയും എലിസബത്തിനെയും കുഞ്ഞുങ്ങളെയും ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾക്ക് വളരെയേറെ പീഡനങ്ങൾ പിന്നീട് ആ കൊട്ടാരത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്നു. അങ്ങനെ എലിസബത്തിന് സാവകാശം മനസ്സിലാകും തനിക്ക് ഇനി അധികം നാൾ ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന്. അങ്ങനെ ലൂയിസിൻ്റെ സഹോദരങ്ങൾ എലിസബത്തിനെയും കുഞ്ഞുങ്ങളെയും ആ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിടുകയാണ്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടു, ലൂയിസിൻ്റെ അമ്മ, അതായത് എലിസബത്തിൻ്റെ അമ്മായിയമ്മ വളരെ കാർക്കശ്യത്തോടു കൂടിയാണ് മുമ്പ് എലിസബത്തിനോട് പെരുമാറിയിരുന്നത്. പക്ഷേ ഈ ഒരു അവസരത്തിൽ സോഫിയ രാജ്ഞിക്ക് വളരെയേറെ അനുകമ്പയുണ്ടായിരുന്നു എലിസബത്തിനോട്.
അവളോട് വളരെ സ്നേഹപൂർവ്വമാണ് അവർ പെരുമാറിയിരുന്നത്. അവൾക്ക് ഇങ്ങനെയൊരു ദുരവസ്ഥ വരണമെന്ന് അവർ യാതൊരു കാരണവശാലും അവർ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ അവളെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം, അവളെ എങ്ങനെയെങ്കിലും അതൊന്ന് രക്ഷിക്കണമെന്നുള്ള നല്ല ആഗ്രഹം സോഫിയ രാജ്ഞിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ലൂയിസിൻ്റെ സഹോദരങ്ങളുടെ ആ ഒരു വളരെ കഠിനമായ ആ ഒരു പ്രവൃത്തികൾ കൊണ്ട് തന്നെ എലിസബത്തിനും കുഞ്ഞുങ്ങൾക്കും കൊട്ടാരം വിട്ട് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ അവർക്ക് യാതൊന്നും കയ്യിലൊന്നും ഇല്ലാതെ എല്ലാം ഇത്രയും നല്ലൊരു സുഖസൗകര്യത്തിൽ ജീവിച്ചെങ്കിൽ പോലും കയ്യിൽ ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ അവൾക്ക് തൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ കടന്നു വരികയാണ്. എലിസബത്ത് ഏത് സ്ഥലത്താണോ ശുശ്രൂഷ ചെയ്തത്, ആർക്കൊക്കെയാണോ അവൾ സഹായം ചെയ്തത്, ആരെയൊക്കെയാണോ അവൾ സേവിച്ചത്, അവരുടെ ഇടയിലേക്കെല്ലാം അവൾ തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് കടന്നു ചെല്ലുന്നുണ്ട്. തനിക്ക് കുറച്ച് ഇടം തരുമോ, താമസിക്കാനായിട്ട് ഇടം തരുമോ എന്ന് പറഞ്ഞ്. പക്ഷേ ഒരിടത്തും ആരും തന്നെ അവൾക്ക് ഇടം കൊടുക്കുന്നില്ല. പരിശുദ്ധ കന്യാമാതാവ് നിശ്ചയ ഗർഭം ധരിച്ചിരുന്ന സമയത്ത് സത്രം അന്വേഷിച്ച് നടന്ന ആ ഒരു അവസ്ഥ, ഇടമന്വേഷിച്ച് നടന്ന ആ ഒരു അവസ്ഥ തന്നെയാണ് എലിസബത്തിൻ്റെ ജീവിതത്തിലും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അങ്ങനെ അവൾക്ക് വളരെ വേദനയോടുകൂടി ആ ഒരു സത്യം അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. അതായത് താൻ ആരെ സേവിച്ചവർ തന്നെ തള്ളിപ്പറയുന്ന ഒരവസ്ഥ അവൾക്ക് തന്നെ അത് നേരിട്ട് അതിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. അപ്പോൾ അവരെല്ലാവരും ഇവൾക്ക് താമസിക്കാനായിട്ടുള്ള അവസരം നിരസിച്ചതിൻ്റെ കാരണം അവരെല്ലാവരും രാജാവിൻ്റെ സഹോദരങ്ങളെ ഭയന്നിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഭയന്നിട്ടാണ് ഇവളോട് സ്നേഹമുണ്ടെങ്കിൽ പോലും അവർ വളരെ വേദനയോടുകൂടി തന്നെ നിരസിക്കേണ്ടി വന്നത്, അവരുടെ അഭ്യർത്ഥന നിരസിക്കേണ്ടി വന്നത്. അങ്ങനെ എലിസബത്തും കുഞ്ഞുങ്ങളും കൂടെ ഒരു രാത്രി മുഴുവൻ ഒരു ഗുഹയിൽ കഴിഞ്ഞുകൂടേണ്ട അവസ്ഥ വരെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് എലിസബത്തിൻ്റെ സഹോദരൻ ഹെൻറി എലിസബത്തിൻ്റെ ഈ ഒരു അവസ്ഥ അറിഞ്ഞ് വരുന്നത്. അങ്ങനെ ഹെൻറി ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊരു അവസ്ഥ ഇവളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് അതിനെക്കുറിച്ചൊക്കെ ആരായുന്നുണ്ട്. അതേസമയം തന്നെ അവളുടെ ഭർത്താവ് ലൂയിസ് മരണപ്പെട്ട ശേഷം ആ ശരീരവുമായിട്ട് അദ്ദേഹത്തോടൊപ്പം പോയ പ്രഭുക്കന്മാർ അതുവരെ എത്തിയിട്ടിരുന്നില്ല നാട്ടിലേക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത മാത്രമേ ഇവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് അദ്ദേഹത്തോടൊപ്പം യുദ്ധത്തിന് പോയ പ്രഭുക്കന്മാരും തിരിച്ചെത്തുമ്പോഴാണ് അവരും എലിസബത്തിൻ്റെ ഈ ഒരു ദുരവസ്ഥ കാണുന്നതും അവർ വളരെ അത്ഭുതത്തോടുകൂടി എന്തുകൊണ്ടാണ് എലിസബത്തിന് ഇങ്ങനത്തെ ഒരു സാഹചര്യം നേരിടേണ്ടി വരുന്നതെന്നും അവർ അറിയുന്നത്. അങ്ങനെ ഇവർ മുൻകൈയെടുത്താണ് അവളുടെ സഹോദരൻ ഹെൻറിയോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൊട്ടാരത്തിൽ ചെന്ന് സംസാരിക്കാനായിട്ടും അവർ ചെയ്ത ആ ഒരു തെറ്റ് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ടും ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഇവർ കൊട്ടാരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ലൂയിസിൻ്റെ സഹോദരങ്ങളോടൊക്കെ ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കുകയും എലിസബത്തിൻ്റെ ഈ ഒരു ദുരവസ്ഥയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ചർച്ചയിൽ അവർക്ക് അവരുടെ തെറ്റ് ശരിക്കും മനസ്സിലാക്കുകയും എലിസബത്തിനെയും കുഞ്ഞുങ്ങളെയും തിരിച്ച് കൊട്ടാരത്തിലേക്ക് വിളിക്കുകയും അവർക്ക് വീണ്ടും അവിടെ താമസിക്കാമെന്നും അവരെ ഏറ്റെടുക്കാമെന്ന് വിചാരിച്ച ആ ഒരു ഭരണം തിരിച്ചേൽപ്പിക്കാമെന്നൊക്കെ അവർ വളരെ വേദനയോടുകൂടി അനുതാപത്തോടു കൂടി തന്നെ എലിസബത്തിനെ അറിയിക്കുകയാണ്. പക്ഷേ എലിസബത്ത് അതൊന്നും സ്വീകരിക്കുന്നില്ല. എലിസബത്ത് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ എനിക്കിവിടെ നിന്ന് യാതൊരു സമ്പത്തും എനിക്ക് ആവശ്യമില്ല. പക്ഷേ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ജീവിക്കുവാനായിട്ട് ഇവിടെ എനിക്ക് ലഭിച്ച സ്ത്രീധന തുകയിലെ ഒരു പങ്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരെ വീണ്ടും നിർബന്ധിക്കുന്നുണ്ട് എലിസബത്തിനെ. അപ്പോൾ അവരുടെ ആ ഒരു പശ്ചാത്താപം യാഥാർത്ഥ്യമാണെന്ന് എലിസബത്ത് കണ്ടെത്തുകയും അങ്ങനെ ആ ഒരു രാജ്യഭരണം തൻ്റെ കുഞ്ഞിനെ ഏൽപ്പിക്കാമെന്ന് അവൾ നിശ്ചയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കുഞ്ഞിന് പ്രായമാകാത്തതിനാൽ അതുവരെ അവിടുത്തെ ആ ഒരു രാജ്യത്തിൻ്റെ റീജിയൻ്റായിട്ട് തൻ്റെ സഹോദരൻ ഹെൻറിയെ ഭരമേൽപ്പിക്കുകയും അങ്ങനെ അവരുടെ ആ ഒരു ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിശ്ചയിക്കുകയും ചെയ്യുന്നു. പിന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു കൺക്ലൂഷനാണ് എലിസബത്തിൻ്റെ ആ ഒരു കാര്യത്തിൽ ഉണ്ടാകുന്നത്. എലിസബത്ത് തുടർന്നും തൻ്റെ ശുശ്രൂഷ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ലോകത്ത് വളരെ ചുരുങ്ങിയ കാലം മാത്രമേ എലിസബത്ത് എന്നാൽ ജീവിക്കുന്നുള്ളൂ. 1236 നവംബർ 17 എലിസബത്ത് പെട്ടെന്ന് രോഗബാധിതയാവുകയും തൻ്റെ 24-ാമത്തെ വയസ്സിൽ എലിസബത്ത് മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. എലിസബത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും.
ഒരു വളരെ ഒരു 24 വയസ്സ് കാലഘട്ടം മാത്രമേ എലിസബത്ത് ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ ഒത്തിരിയേറെ പേരെ ഹൃദയങ്ങളെ സ്പർശിക്കുവാനായിട്ട് ദൈവം തൻ്റെ ജീവിതത്തിൽ ഏൽപ്പിച്ച ആ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ അമ്മ, ഭാര്യ, സഹോദരി എന്നുള്ള മകൾ എന്നുള്ള നിലയിലെല്ലാം തന്നെ എലിസബത്ത് വളരെ വിശ്വസ്തയോടുകൂടി തന്നെയാണ് തൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ പുറത്ത് കുടുംബത്തിൻ്റെ പുറത്തും തന്നെ ദൈവം ഏൽപ്പിച്ചിരുന്ന ആ ഒരു ശുശ്രൂഷ ജീവിതമൊക്കെ എലിസബത്ത് വളരെ വിശ്വസ്തയോടുകൂടെ തന്നെയാണ് കൊണ്ടുപോയത്. തനിക്ക് ഏൽക്കേണ്ടി വന്ന അപമാനങ്ങളും നിന്ദകളും എല്ലാം ഏറെ സ്നേഹപൂർവ്വം ദൈവകരങ്ങളിൽ നിന്നെല്ലാം അത് സ്വീകരിച്ചുകൊണ്ട് ആ സഹനങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് സന്തോഷപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് എലിസബത്ത് തൻ്റെ ജീവിതം നയിച്ചത്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ അനുദിന ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ശുശ്രൂഷ ജീവിതവും ഒക്കെ ദൈവഹിതപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.